ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആദ്യത്തെ യാത്രക്കാരനാണ് രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ മിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ശുഭാംശു ശുക്ല. ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തത് അമേരിക്കയുടെ ആക്സിയം സ്പേസ് എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്സിയം 4 മിഷനിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് എത്തിച്ചേർന്നത്. ഇത് അവരെവിടേക്കാണ് പോയത്? കുട്ടികൾക്കുള്ളൊരു സംശയമാണ്. അവര് സ്പേസ് സ്റ്റേഷൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഈ ബഹിരാകാശ ഗവേഷണത്തിൽ പരീക്ഷണങ്ങൾ കൂടുതൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അവർക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നത്. അതിൽ എങ്ങനെ അവരവിടെ എത്തിച്ചേർന്നു? അവരെത്തിച്ചേർന്നത് സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ അവർ യാത്ര ചെയ്ത പേടകം അല്ലെങ്കിൽ വാഹനം സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന് പറയുന്ന പേടകത്തിൽ ഈ റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു. റോക്കറ്റ് സുരക്ഷിതമായിട്ട് തിരിച്ച് ഭൂമിയിൽ എത്തുകയും ചെയ്തു. ഇവിടെ 18 ദിവസം ഈ ബഹിരാകാശ നിലയത്തിൽ അവർ പരീക്ഷണങ്ങൾ നടത്തി. അത് വിജയകരമായ ശേഷം അവർ വിജയകരമായി തിരിച്ച് ഭൂമിയിൽ എത്തിച്ചേർന്നു. എവിടെ എത്തിച്ചേർന്നു? അവർ കടലിൽ, പസഫിക് സമുദ്രത്തിൽ അവർ എത്തിച്ചേർന്നതാണ് നമ്മൾ പത്രത്തിലൂടെ കണ്ടത്. എങ്ങനെയാണ് ഈ സ്പേസ് എക്സ് ഡ്രാഗണിന് ചിറകുകളോ യന്ത്രച്ചാടുകളോ ഒന്നുമില്ല. അവർ സാവധാനത്തിൽ തിരിച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി കടലിൽ എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഈ ആക്സിയം സ്പേസിന്റെ രക്ഷാപ്രവർത്തന ടീമുകാർ അവരെ അവിടെ നിന്നും ഈ പേടകത്തിൽ നിന്ന് സുരക്ഷിതമായിട്ട് അവരെ തിരിച്ചെത്തിച്ചേർത്തു. ഇപ്പോൾ അവർ നിരീക്ഷണത്തിലാണ്. ഇതിനു ശേഷമുള്ളത് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അവിടെ നടന്നതെന്നുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. ഇതിൽ നിന്നും മനസ്സിലാക്കിയതെല്ലാം ബഹിരാകാശ നിലയത്തെക്കുറിച്ചും ബഹിരാകാശ യാത്രയെക്കുറിച്ചും റോക്കറ്റിനെ കുറിച്ചും സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റിനെ കുറിച്ചും അവർ സഞ്ചരിച്ച പേടകത്തെക്കുറിച്ചുമൊക്കെ എൻ്റെ കൊച്ചു കൂട്ടുകാർ കൂടുതലായി പത്രത്തിൽ കൂടെയും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചു അനിയന്മാർക്കും അനിയത്തിമാർക്കും ഈ അറിവ് പറഞ്ഞു കൊടുക്കുക.